Hi friends, I am Sanjay. ഫിസിക്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടുക, കുറച്ച് ഈസി ടിപ്സ് കിട്ടുക എന്ന് മാത്രമാണ് ഇതിലൂടെയുള്ള ഉദ്ദേശം. അപ്പോൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ പറയണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ പഠിച്ചു പോകണം, ഇത്ര പ്രൂഫ് അതിൽ പഠിച്ചു പോകണം, ഇക്വേഷൻസ് പഠിച്ചു പോകണം, ഇക്വേഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഏതൊക്കെയാണ് ബ്രീഫായിട്ട് ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെയും പറയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഏറ്റവും നല്ല ഇഫക്റ്റീവായിട്ട് മാറണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെന്നും ഒരു പേപ്പറും എടുത്തിട്ട് പറയുന്ന പോയിൻറ്റുകൾ, നിങ്ങൾക്ക് അറിയാത്ത പോയിൻറ്റുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് അത് അപ്പോൾ തന്നെ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് പിന്നിലുള്ളൊരു ലക്ഷ്യം ഓക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി തുടങ്ങുകയാണ്. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വേഗം വേഗം പറഞ്ഞു പോവാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടാത്ത പ്രോബ്ലംസ് ഇതിലൂടെ ഷെയർ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് ചെയ്താൽ മതിയാവും, കമൻറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പം ഏതെങ്കിലും ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ആ സെക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം മാക്സിമം ഇത് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങളും കൂടി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളെ 14 ചാപ്റ്ററാണ് നമുക്ക് ഉള്ളത് എക്സാമിന്, 60 മാർക്കാണുള്ളത്. ഇനിയും 4-5 ദിവസം നിങ്ങൾക്ക് എക്സാമിനുണ്ട്, ഒരുപാട് സമയമുണ്ട് പഠിക്കാൻ. വളരെ ഹാപ്പി ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. നന്നായിട്ട് നോക്കുക. ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. എനിക്കറിയാം വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിലധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. മാക്സിമം 1 മാർക്കിനോ 2 മാർക്കിനോ എന്നാണ് ഇതിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഫോഴ്സസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്നാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൽ എന്താണ് ചോദിക്കുന്നത്? ഇപ്പം ഓരോ ഏതൊക്കെയാണ് നിങ്ങൾക്ക് 4 ഫോഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓരോ ഫോഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പം അത് വെച്ചിട്ട് ചിലപ്പം എഴുതാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആവാം. അത് വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും ഒരു 5 മിനിറ്റ് അത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഇനി അടുത്ത ചാപ്റ്റർ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഭയങ്കര ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ഏത് ഫിസിക്സിൽ പഠിക്കുന്ന ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഫോഴ്സ്, പ്രഷർ, എനർജി, അതേപോലെ തന്നെ പ്രഷർ അല്ലേ, അതുപോലത്തെ ഒരുപാട് തരത്തിലുള്ള ഫിസിക്കൽ മൊമെൻറ്റം, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഓരോ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ് ഇപ്പോൾ ഒരു അഡ്രസ്സ് പോലെയാണ്. നമ്മളെ പേര് പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അഡ്രസ്സ് പറയുന്ന പോലെ ഈ യൂണിറ്റും ഡയമെൻഷനും നന്നായിട്ട് അതിനെ പഠിച്ചു വെക്കുക. വലിയ വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ അതൊന്നും അറിയാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അത് നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് ഇപ്പോൾ PSCക്ക് വരെ ചോദിക്കുന്നതാണ്, യൂണിറ്റ്സ്, ഡയമെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ SA യൂണിറ്റ്സ് പഠിക്കുക. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും SA യൂണിറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡയമെൻഷനാണ്. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 2 തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഇതിൽ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഒന്നിലധികം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതെങ്കിലും രീതിയിൽ ഇത് ചെയ്തിട്ടാണ് നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഡയമെൻഷൻ ഫോർമുല വെച്ചിട്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് അപ്ലിക്കേഷനിൽ ചോദിക്കുക. ഒന്ന്,
ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അത് 3 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആകെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ നിങ്ങൾ നല്ല സെറ്റാക്കി അങ്ങ് പഠിച്ചു വെക്കുക. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ചോദിക്കുന്നത് ഒരു ഇക്വേഷൻ ഡിറൈവ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഗിവൺ ആയിട്ട് തരികയാണ്, എന്നിട്ട് ഒരുപാട് അത് റിലേറ്റ് ചെയ്യുന്ന വേറെ കുറേ ക്വാണ്ടിറ്റീസ് പറയുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ഒരു ഇക്വേഷൻ, ഫിസിക്കൽ ഇക്വേഷൻ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറെ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് നമ്മളത് കൺവേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ എപ്പോഴും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞിട്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി ഡി, എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ എന്താണ് ഡയമെൻഷനിൽ കറക്റ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ആസ് പെർ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി what is it is saying that dimensional formula of each terms on either sides of the equation should be correct. അതായത് ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? വളരെ സിമ്പിളാണ്. എ എന്ന് പറയുന്ന ഒരു ടേം, ബി എന്ന് പറയുന്ന ഒരു ടേം, സി ഡി എന്ന് പറയുന്ന ഒരു ടേം, എല്ലാത്തിനും ഡയമെൻഷൻ ഫോർമുല സെയിം ആവുകയാണെങ്കിൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ടേമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല തെറ്റിപ്പോവുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു ഗിവൺ ഇക്വേഷൻ എന്നിട്ട് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എക്സാമിൽ ഓരോ ടൈമും എന്താണെന്ന് വ്യക്തമായിട്ട് അവർ സ്പെസിഫൈ ചെയ്യും. എം എന്ന് പറയുന്ന മാസ്സാണ്, വി എന്ന് പറയുന്ന സ്പീഡാണ്, ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ആണ്. എല്ലാ കാര്യവും സ്പെസിഫിക്കലി അവർ ഗിവൺ ആയിരിക്കും. എന്നിട്ട് നമ്മളിത് ഡയമെൻഷനിൽ കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുക, രണ്ടും സെയിം ആണെന്ന് അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഡയമെൻഷനിൽ കറക്റ്റ് എന്ന് പറയും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. പിന്നെ ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ്. അത് 3 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എറേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. എറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എറർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ട്രൂ വാല്യൂം മെഷേർഡ് വാല്യൂ ഉണ്ടാവും. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് എക്സാക്റ്റ് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള വാല്യൂവിനാണ് നമ്മൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെഷേർഡ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് മെഷേർഡ് വാല്യൂ. ഈ ട്രൂ വാല്യൂം മെഷേർഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എറർ. എറർ മീൻസ് എന്താ? തെറ്റ് എന്നാണ്. അപ്പോൾ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എറർ. എറർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. അതിൽ മീൻ വാല്യൂ എന്താണ്, മീൻ അബ്സല്യൂട്ട് എറർ എന്താണ്, പെർസെൻറ്റേജ് എറർ എന്താണ്, റിലേറ്റീവ് എറർ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പെർസെൻറ്റേജ് എറർ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സാമ്പിളായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആകെ ഒരു കാര്യമാണ്, നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പഠിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്ന പോയിൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഒരു 60-ൽ 40+ എല്ലാവർക്കും കിട്ടും. അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതെന്തായാലും പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ സർഫസ് ഏരിയ ഓഫ് എ സ്പിയറിൻ്റെ ഇക്വേഷൻ 4πr² ആണ്. പ്ലീസ് ഒന്നും കൂടി നോക്കുക. സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ, അതിൻ്റെ ഇക്വേഷൻ 4πr² ആണ്. സാർ എന്താണ് റേഡിയസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് ദി, ആർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സ്പിയർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. If percentage error in the measurement of radius of a sphere is 2%, please. If percentage error in the measurement of radius of a sphere is 2%, നമുക്ക് തരികയാണ് റേഡിയസിൻ്റെ പെർസെൻറ്റേജ് എറർ 2% എന്ന് പറഞ്ഞിട്ട് തരികയാണ്. ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നമുക്ക് റേഡിയസിൻ്റെ പെർസെൻറ്റേജ് എറർ വ്യക്തമായിട്ട് തന്നു 2%. എന്നിട്ട് എന്താണ് ഒരു ചോദിക്കുന്നത്? സർഫസ് ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് എറർ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റേഡിയസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റേഡിയസിൻ്റെ പവർ എന്താ നോക്കുക? 2 ആണ് റേഡിയസിൻ്റെ പവർ. ഇത് രണ്ടും കൂടി റേഡിയസിൻ്റെ പെർസെൻറ്റേജ് എറർ 2% ആണ്, അതിൻ്റെ പവർ 2 ആണ്. അപ്പം സർഫസ് ഏരിയയിലുള്ള പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ 2 × 2%, ദാറ്റ് ഈസ് സിംപ്ലി 4%. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ.
ഇതിൻ്റെ പവർ എന്താ നോക്കുക, പവർ റേഡിയസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സർഫസ് ഏരിയയിലുള്ള പെർസെൻറ്റേജ് കിട്ടുന്നത്. ഇത് ജസ്റ്റ് സാമ്പിളാണ്, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, സ്പിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 4/3 πr³ എന്നാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മളോട് പറയാണ്, പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റേഡിയസ് എന്ന് പറയുന്നത് 3% ആണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ഇറ്റ്സ് വോളിയം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ നമുക്ക് തരൂല, ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളിത് മുമ്പേ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. വോളിയം ഓഫ് എ സ്പിയറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 4/3 πr³ ആണ്. ഇവിടെ 4, 3, π ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ആകെ ഒരു ഡിപ്പെൻഡൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, R ആണ് ഡിപ്പെൻഡൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് നമ്മൾ കാണുക, പവർ 3 ആണ്. റേഡിയസിലെ പെർസെൻറ്റേജ് എത്രയാണ്, 3% ആണ്. വോളിയത്തിലെ പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം, പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഏതൊരാൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 × 3%, അത് സിംപ്ലി 9%. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അതേപോലെ എററിൻ്റെ സം ഉണ്ട്, എററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും, ഇതൊന്നും മിസ് ചെയ്യരുത്. പിന്നെ ഇതിൽ ചോദിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്യുറസി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കൂടുതൽ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, വളരെ സിമ്പിളാണ്. ഒരു നമ്പർ തരും, അതായത് ഇപ്പം ഇങ്ങനെ ഒരു നമ്പർ തരികയാണ്, 12.97 എന്ന് പറഞ്ഞൊരു നമ്പർ തരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട് അതിന്. ആ റൂൾസ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ക്ലിയർ ചെയ്യാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ പഠിച്ചു വെക്കുക. വെലോസിറ്റി, ആക്സിലറേഷൻ, എനർജി, മൊമെൻറ്റം, ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡയമെൻഷൻ പഠിച്ചു വെക്കുക. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സെയിം ഡയമെൻഷൻ ഫോർമുലയുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ, ഇപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡയമെൻഷൻ ഇല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്ക്, സ്പെസിഫിക് ഗ്രാവിറ്റി തുടങ്ങിയ ഡയമെൻഷൻലെസ്, അതായത് ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അത് ചോദിക്കാറുണ്ട്. സെയിം ഡയമെൻഷനുള്ള ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തരും. ഇത് സെയിം ഡയമെൻഷനുള്ള ഗ്രൂപ്പ് ചെയ്ത് എഴുതാൻ പറയും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാവരും നോക്കി പോവുക, എല്ലാവരും നന്നായി സ്കോർ ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ 8ാം ക്ലാസ് മുതലേ അത് പഠിക്കുന്ന വളരെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് ഉണ്ട്. അതിലുള്ള ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് കൺസെപ്റ്റുകൾ, അതായത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ബേസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ടൈപ്സ് ഓഫ് മോഷൻ എന്തൊക്കെയാണ്, അതായത് യൂണിഫോം മോഷൻ ഉണ്ട്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ട്, നോൺ യൂണിഫോം മോഷൻ ഉണ്ട്. സാർ എന്താണ് യൂണിഫോം മോഷൻ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, യൂണിഫോം മോഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ വിളിക്കുക. എന്താണ് യൂണിഫോം എന്ന് പറഞ്ഞാൽ? യൂണിഫോം എന്ന് പറഞ്ഞാൽ സെയിം, എല്ലാവരും യൂണിഫോം ഇട്ട് പോകുന്ന പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ പോകുന്നു, ഒരേ ഡ്രസ് കോഡിൽ പോകുന്നതാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ വെലോസിറ്റി ഉള്ള മോഷനാണ്. അപ്പോൾ നമ്മൾ ബൈക്കിൽ സ്പീഡോമീറ്റർ നോക്കുകയാണ്, 25 m/s അല്ലെങ്കിൽ 40 km/h. നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ആക്കുന്നവരെ 40 km/h പോവുകയാണെങ്കിൽ ഈ മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഒരേ സ്പീഡുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്, വേഗം മനസ്സിലാവും. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോഷനാണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്. എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ആക്സിലറേറ്റർ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം. ആക്സിലറേറ്റ് സ്പീഡ് കൂട്ടാനോ സ്പീഡ് കുറയ്ക്കാനോ സ്പീഡ് വേരിയേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്സിലറേറ്റർ. അപ്പോൾ ഒരേപോലെ ആക്സിലറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള മോഷനാണ് യൂണിഫോം ആക്സിലറേഷൻ മോഷൻ. അതായത് ഫസ്റ്റത്തെ സെക്കൻഡിൽ 5 m/s സ്പീഡ് കൂടി എന്ന് വിചാരിക്കാം. ഫസ്റ്റ് സെക്കൻഡിൽ 5 m/s സ്പീഡ് കൂടി എന്നിരിക്കാം. അടുത്ത സെക്കൻഡിലും 5 m/s കൂടണം, അടുത്ത സെക്കൻഡിലും 5 m/s കൂടണം. ഇങ്ങനെ ത്രൂ ഔട്ട് മോഷനിൽ ഒരേപോലെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡിൽ 5 m/s, അടുത്ത സെക്കൻഡിൽ 5 m/s. പക്ഷെ നമ്മൾ ഓർഡിനറി നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഒരിക്കലും. ഫസ്റ്റ് സെക്കൻഡിൽ 5 m/s ആണെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ 10 m/s ആയിരിക്കും, ചിലപ്പോൾ 2 m/s ആയിരിക്കും. ഇങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വേരിയബിൾ മോഷൻ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പം ഇതിൽ ടൈപ്സ് ഓഫ് മോഷൻ പഠിക്കുക.
ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക് മോഷനാണ്. നമ്മൾ 8ാം ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു സാധനമാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊക്കെ പറയുന്ന സാധനം. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു 3 മാർക്കിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നിങ്ങളുടെ നോട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. സ്ഥിരമായിട്ട് 3 മാർക്കിന് പഠിക്കുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് പഠിച്ചങ്ങ് വെച്ചേക്ക്. വളരെ സിമ്പിളാണ്, ഏതൊരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡെറിവേഷൻ. ഇത് വെച്ചുള്ള പ്രോബ്ലംസും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യണം. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. നമുക്കതിനനുസരിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൽ ചോദിക്കുന്നത് ഗ്രാഫിക്കൽ മോഷനാണ്. ഗ്രാഫിക്കൽ മോഷൻ മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഉറപ്പാണ്. അത് എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസിക്കാണ് ഗ്രാഫിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നിങ്ങൾ നോക്കുക, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് തരികയാണ്. ഏതോ ഒരു ബോഡീൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് തരികയാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കൂ. അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് തരികയാണ് നമുക്ക്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കൂ. അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഈ ബോഡിയുടെ ആക്സിലറേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് നേരെ തിരിച്ച് ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഗ്രാഫിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് പഠിക്കണം, അത് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഇതിന് ആ ഒരു സെക്ഷൻ്റെ ക്ലാസ് ഞാൻ പിന്നീട് തീർച്ചയായിട്ടും ഒരു ക്ലാസ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ചാപ്റ്ററിലും ആവശ്യമുള്ളൊരു ക്ലാസ്സാണ്. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ചോദിക്കുന്നത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട്, ഒരു കല്ലെടുത്ത് മേലോട്ട് എറിയുമ്പോൾ എത്ര ടൈം കൊണ്ട് ഇത് മേലെ എത്താം, അവിടുന്ന് താഴോട്ട് എറിയുകയാണെങ്കിൽ എത്ര ടൈം കൊണ്ട് ഇത് താഴെ എത്താം, മേലെ ഒരു കല്ല് മേലോട്ട് എറിയുമ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്, വെലോസിറ്റി. നിങ്ങൾ ആലോചിച്ചോ, ഒരു കല്ല് ഞാൻ മേലോട്ട് എറിയാണ്. മേലോട്ട് എറിയുന്നതിനനുസരിച്ചിട്ട് ഓരോ സെക്കൻഡ് കഴിയുന്ന സമയത്തും എയർ റെസിസ്റ്റൻസ് കാരണം, ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം കല്ലിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വരികയാണ്. ടോപ്പ് പോയിന്റിലെത്തുമ്പം അതിൻ്റെ വെലോസിറ്റി കംപ്ലീറ്റ് 0 ആവുകയാണ്. പക്ഷെ സ്റ്റിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ G 9.8 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇത് വെച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് ഒരു കല്ലെടുത്ത് താഴോട്ട് എറിയാണ്. അപ്പോൾ താഴെ എത്ര ടൈമിലെടുക്കും, താഴെ പതിക്കുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അത് നന്നായിട്ട് നോക്കി വെക്കാം. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ, 2 ഡയമെൻഷണൽ മോഷനിലെ ഒരു ഒരു ചാപ്റ്ററാണ്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഡെറിവേഷൻസ്, ഓരോ ചാപ്റ്ററിലും മസ്റ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്. അത് നന്നായിട്ട് പഠിച്ചു പോവുക. അത് പഠിച്ചാൽ തന്നെ പകുതി അങ്ങോട്ട് സെറ്റായി നമുക്ക്. അതിൽ ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടുന്ന ഒരു സാധനമാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി അങ്ങ് തരും. ഇതൊരു സ്കേലർ ആണോ വെക്ടർ ആണോ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറയണ്ട. സ്കേലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള സാധനമാണ്. അതിൻ്റെ കൂടെ ഡയറക്ഷനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് സ്കേലർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളൊരു കടയിൽ പോവുകയാണ്, നമുക്ക് അരി വാങ്ങണമെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ 2 കിലോ അരി, അത് മാത്രം പറഞ്ഞാൽ മതി. ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ പറയണം. നോർത്ത് ആണോ, ഈസ്റ്റ് ആണോ, അപ്പ് ആണോ, ഡൗൺ ആണോ, അങ്ങനെ ഡയറക്ഷൻ ചേർത്ത് വരേണ്ട സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി ഡയറക്ഷൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് വെൽ ഇനഫാണ്, അത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യാനെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കേലർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രം വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കേലർ ക്വാണ്ടിറ്റി. ഇനി വേറൊരു പോയിന്റും കൂടി ഉണ്ട്. ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. ആ ലോ ഒബേ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ മാത്രമേ വെക്ടറായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസും ഇപ്പോൾ കറണ്ട് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ സ്പെസിഫിക്കലി നമ്മൾ പറയുമെങ്കിലും അത് സ്കേലർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. നിങ്ങൾ ഒരു കഴിഞ്ഞ കുറച്ച് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ലോ ഓഫ് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഒരു പാരലോഗ്രാം ഒക്കെ വരച്ചിട്ട് എ വെക്ടർ ബി വെക്ടർ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ. ഷുവർ ആണത് പഠിച്ചു വെച്ചോ, 3 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അന്തരീക്ഷത്തിലേക്ക് ചെരിച്ച് വിക്ഷേപിക്കുന്ന, സം വെലോസിറ്റിയിൽ ചെരിച്ച് ജാവലിൻ ത്രോ പോലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു
ടാങ്കിൽ നിന്ന് നമ്മൾ അതിൻ്റെ മേലെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇജക്റ്റ് ചെയ്യുന്ന ഒരു പാത്ത്, ഒരു പാരബോളിക് പാത്തിലുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അതിൻ്റെ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലമാറ്റിക് സെക്ഷൻസ് ആയിരിക്കും ചോദിക്കാം. അപ്പം നന്നായിട്ട് അത് പഠിച്ചു വെക്കുക. അത് ഷുവർ ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോകാം. 3 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് സർക്കുലാർ മോഷനാണ്. ഒരു സർക്കുലാർ പാത്തിലുള്ള ഒരു ബോഡീൻ്റെ മോഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്ന ഒരു സർക്കുലാർ മോഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനിൽ നമുക്ക് ചോദിക്കുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒരു ഡെറിവേഷൻ ചോദിക്കാം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒരു ഡെറിവേഷൻ, അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. വലിയൊരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് വെക്റ്റേഴ്സിൻ്റെ കാൽക്കുലേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, റിലേറ്റീവ് വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് മോഷനെ സ്ട്രെയിറ്റ് ലൈനിലും വരാൻ ചാൻസ് ഉള്ളതാണ്, അതേപോലെ തന്നെ ഈ മോഷനെ പ്ലെയിനിലും രണ്ടിലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് റിലേറ്റീവ് വെലോസിറ്റി. 2 ട്രെയിൻ പോകുന്ന സമയത്ത് ഒരു ട്രെയിനിൽ നിന്ന് മറ്റേ ട്രെയിനിലേക്ക് നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആ ട്രെയിൻ മെല്ലെ പോകുന്ന പോലെയോ സ്പീഡ് പോകുന്ന പോലെയൊക്കെ ഒരു തോന്നലാണ്. അത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യാം. ഒരുപാട് എക്സാമിന് ചോദിച്ച ഒരു ടോപ്പിക്കാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 ടോപ്പിക്ക് ഞാൻ പറഞ്ഞത്, ഒന്ന് വെക്റ്റർ, ഒന്ന് പ്രൊജക്ടൈൽ, ഒന്ന് സർക്കുലർ മോഷൻ. ഇതിൽ അധികം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൂഫ്, അതായത് ഡെറിവേഷൻ ടൈപ്പ് ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 7-8 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് ഒരുപാട് മുമ്പേ നമ്മൾ പഠിക്കുന്നതാണ്. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ബേസിക് ആയിട്ട് ലോസ് ഓഫ് മോഷനിൽ 3 ലോസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് ചോദിക്കില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. 3 ലോസ്, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, എന്നാൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, റീകോയിൽ ഓഫ് ഗണ്ണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റീകോയിൽ ഓഫ് ഗണ്ണ്, റോക്കറ്റ് പ്രൊപ്പൽഷൻ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. Law of conservation of momentum. If there is no external force acting on a system, total momentum of the system remains constant എന്ന് പറയുന്ന ഒരു സിമ്പിൾ പോയിന്റ് ആണ്. അതിൻ്റെ പ്രൂഫ് ചോദിക്കാം, അത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാം. സിമ്പിളായിട്ടുള്ളൊരു സെക്ഷനാണ്. പിന്നെ ലോസ് ഓഫ് മോഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ലിഫ്റ്റ്, ഒരു ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ അപ്പാരൻ്റ് വെയിറ്റും ട്രൂ വെയിറ്റും കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ലിഫ്റ്റിൽ മേലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ വെയിറ്റിനെക്കാട്ടും വെയിറ്റ് ഉള്ള പോലെ നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. അതേപോലെ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ വെയിറ്റിനെക്കാട്ടി കുറവുള്ള പോലെ, നമ്മൾ ഇപ്പോൾ ഊഞ്ഞാലാടി താഴോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു യന്ത്ര ഊഞ്ഞാൽ താഴോട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ വെയിറ്റ് കുറയുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് അതിൽ വരുന്നത്. പിന്നെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. ഫ്രിക്ഷൻ ഒരു നെസസറി ഇവിൾ എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്, ആംഗിൾ ഓഫ് റീപോസ് എന്താണ്, ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് വളരെ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാത്ത ആൾക്കാർ ഇപ്പം തന്നെ എഴുതി പെന്ന് പേപ്പർ എടുത്ത് എഴുതി അങ്ങ് ചെയ്ത് പഠിച്ചേക്കുക. കാരണം ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഷുവറാണ്. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കർവുകളിൽ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഇന്നർ എഡ്ജിനെക്കാട്ടി കുറച്ച് പൊന്തിച്ച് വെക്കാറുണ്ട്. ടാർ ചെയ്യുന്നത് നിങ്ങൾ കർവ് എടുക്കും, ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നല്ല സ്റ്റീപ്പായിട്ടുള്ള കർവുകളിൽ ഔട്ടർ എഡ്ജ് കുറച്ച് പൊന്തിക്കാറുണ്ട്. ഇത് നമുക്ക് ആ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ ഒപ്റ്റിമം വെലോസിറ്റി കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരാൾ പോലും ഇത് പഠിക്കാണ്ട് എക്സാമിന് പോകരുത്, കാരണം 3 മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അത് വളരെ ശ്രദ്ധിച്ച് നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് ചോദിക്കും. ഒരാളൊരു ബൈക്കിൽ പോവുകയാണ്. ബൈക്കിൽ പോകുന്ന സമയത്ത് അയാൾ 40 km/h ആ കർവിലൂടെ തിരിയുന്നത്. അപ്പോൾ അയാൾ വീഴാൻ ചാൻസ് ഉണ്ടോ, ചാൻസ് ഇല്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്യേണ്ടത്, നമ്മളവിടെ ഒപ്റ്റിമം വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ അയാൾ പോകുന്ന 40 km/h പറയുന്നത്. ഈ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ പെർമിസിബിളായിട്ട് വീഴാണ്ട് സ്കിഡ് ചെയ്യാണ്ട് പോകാനുള്ള സ്പീഡിനെയാണ് നമ്മൾ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത്. മാക്സിമം പോസിബിൾ, മാക്സിമം സേഫ് സ്പീഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് എല്ലാ ഡാറ്റാസും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കാം. സപ്പോസ് ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത് 50 km/h ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ 50 km/h വരെ 50 km/h വരെ നമ്മൾ സേഫാണ്, കുഴപ്പമില്ല. ഇയാൾ പോകുന്ന 40-ലാണ്, വിഗൂല എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 50 വരെ അവിടെ സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഒപ്റ്റിമം സ്പീഡ് ഇസ് 50 km/h.
ട്രാവലിംഗ് സ്പീഡ് ഈസ് 40 km/h വിച്ച് ഈസ് ലോവർ ദാൻ ദ ഒപ്റ്റിമസ് സ്പീഡ്, സോ ഹീ സേഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ചെയ്യണമെങ്കിൽ എന്തറിയണം? ആ ഇക്വേഷൻ അറിയണം, അത് ഡിറൈവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും, അതറിയണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്, നന്നായിട്ട് പഠിക്കുക. അത് ഫ്രിക്ഷൻ ഉള്ള കേസും ഫ്രിക്ഷൻ ഇല്ലാത്ത കേസും ബാങ്കിങ് ഉള്ള കേസും ബാങ്കിങ് ഇല്ലാത്ത കേസും ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ നിങ്ങൾ നോട്ടോ എന്താണെന്ന് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അതും ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, അതും വേണമെങ്കിൽ നമുക്ക് ക്ലാസ് വേറൊരു ദിവസം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വർക്ക് പവർ എനർജി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. 6ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വർക്ക് പവർ എനർജി. വർക്ക് പവർ എനർജി പറഞ്ഞാൽ ഇതിന് എല്ലാത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താണ് വർക്കിൻ്റെ ഇക്വേഷൻ, അതേപോലെ പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഇതൊക്കെയാണ് ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട്. 2 വെക്ടറുകൾ എന്തോ ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? സ്കേലർ കിട്ടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ പ്രൊഡക്റ്റ്. വർക്ക് എന്ന് പറയുന്ന ഒരു സ്കേലറാണ്, പവർ എന്ന് പറയുന്ന ഒരു സ്കേലറാണ്, എനർജി എന്ന് പറയുന്നതും ഈ ചാപ്റ്ററിലെ 3 ടേംസും സ്കേലറാണ്. അപ്പോൾ ഇതിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ബി എന്ന് പറയുന്ന ഒരു വെക്ടറാണ് എങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റ എന്ന് മാഗ്നിറ്റ്യൂഡുള്ള വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? W = F ഡോട്ട് എസ് എന്ന് പറഞ്ഞത് എന്താണ് സാധനം സാർ? W എന്ന് പറയുന്നത് വർക്കാണ്. ഞാൻ ഇവിടെ ആരോ കൊടുത്തില്ല, അതൊരു സ്റ്റൈലിന് കൊടുക്കാതെ നിൽക്കുന്നല്ല, ഇത് വെക്ടർ അല്ല, ഇതൊരു സ്കേലറാണ്, അതുകൊണ്ടാണ് കൊടുക്കാതെ നിൽക്കുന്നത്. F എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ഇത് വെക്ടറാണ്. S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിന് ആരോ കൊടുത്തിട്ടുണ്ട്, അത് വെക്ടറാണ്. 2 വെക്ടറുകൾ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് W എന്ന് പറയുന്ന ഒരു സ്കേലറാണ്. ഇപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് FS കോസ് തീറ്റ, F ഡോട്ട് എസിനെ FS കോസ് തീറ്റ എന്ന് പറയും. സാർ വാട്ട് ഈസ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ് സാർ. ഏതിൻ്റെയൊക്കെ ഇടയിലുള്ള ആംഗിൾ ആണ്? ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വെക്ടറിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ കോസ്, സൈന്, കോസ്, ടാൻ, ഇതിൻ്റെ എല്ലാ ബേസിക് ആംഗിളും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇനിയും പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 0, 30, 45, 60, 90, 180, 360 ഇത്രയും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ ചെറുപ്പത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്ന പോലെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇപ്പോൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വെക്കണം. പഠിച്ചില്ലെങ്കിൽ നമുക്ക് കട്ട പോകുകയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. F ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ FS കോസ് തീറ്റ. ഇനി നമുക്ക് ഷുവറായിട്ട് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 2-3 ഡെറിവേഷൻ ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് വർക്ക് പവർ എനർജി എന്ന് പറയുന്നത്, ഇതിൽ വർക്ക് എനർജി തിയറം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് എഴുതിയ ഒരു മാർക്കായി, അതിനൊരു പ്രൂഫും അത് ചെയ്യാം. പിന്നെ നമുക്കിതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ്, കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഫ്രീലി ഫോളിങ് ബോഡി എന്ന് പറയുന്നത്. ഒരു കല്ല് മേലെ നിന്ന് താഴോട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലും അതിൻ്റെ ഊർജ്ജം, ആകെ എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഏതൊരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും അത് സെയിം ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും, പല ഫോർമാറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനർജി കൺസർവേഷൻ. ഇപ്പോൾ സിമ്പിളായിട്ട് എനർജി കൺസർവേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഡാമിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നല്ല ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഇത് പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന ലാർജ് ഡയമീറ്റർ പൈപ്പിലൂടെ നമ്മൾ താഴോട്ട് ഒഴുക്കിവിടും. ഈ താഴോട്ട് ഒഴുക്കി വിടുന്ന സമയത്ത് ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് നേരെ വന്ന് വീകുന്നത് ജലചക്രം അല്ലെങ്കിൽ ഇമ്പല്ലർ എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ മേലേക്കാണ് വീകുന്നത്. അങ്ങനെ വീഴുന്ന സമയത്ത് ആ കൈനറ്റിക് എനർജി, വെള്ളത്തിൻ്റെ മോഷൻ മൂലം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അത് കാരണം ഇമ്പല്ലർ തിരിയുന്നു. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ ആക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ കൈനറ്റിക് എനർജി എന്ത് എനർജി ആയിട്ട് മാറുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇതൊരു ഷാഫ്റ്റ് മുഖേന ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഈ ജനറേറ്റർ, വാട്ട് ഡസ് ജനറേറ്റർ ഡൂ എന്ന് പറഞ്ഞാൽ, ജനറേറ്റർ ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജനറേറ്റർ മെക്കാനിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു ഫോർമാറ്റിലുള്ള എനർജീനെ വേറെ ഫോർമാറ്റിലേക്ക് ഇങ്ങനെ മാറും. എനർജീനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. വൺ ഫോമുള്ള എനർജീനെ വേറെ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതിൻ്റെ പ്രൂഫ് ബാങ്കിങ് ഓഫ് റോഡ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിക്കൽ സ്റ്റഡീസ് പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനമാണ് ഈ പറഞ്ഞ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന സാധനം. പിന്നെ അതേപോലെ ഇതിൽ കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ, കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻ. 2 ബോഡി കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ കാര്യം കൊളൈഡ് ചെയ്ത ബോഡീൻ്റെ വെലോസിറ്റി, കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നന്നായി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് വർക്ക് പവർ എനർജി എന്ന് പറയുന്നത്.